ഹായ് എരിവൺ നമ്മുടെ ടെലിഗ്രാം ചാനലിലും പിന്നെ നമ്മുടെ സബ് ചെയ്തിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് കാണാവുന്ന പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തും ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചാർട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എന്തിൻ്റെയാണ്? ഇതാ നെസ്കോ ലിമിറ്റഡിൻ്റെ ചാർട്ടാണ് നമ്മൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്യും. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ടായിരുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വളരെ ഓഫർ പ്രൈസിൽ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള കാര്യം. കാരണം ഫിറ്റായിട്ടിരിക്കുക എന്നുള്ള കാര്യം. ഫിറ്റായിട്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വിവറേഴ്സിൽ പോയിട്ടുള്ള ഫിറ്റല്ല, ബോഡി ഫിറ്റായിട്ടിരിക്കുക. അതിപ്പം ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും എപ്പോഴും ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്ത് പേഴ്സണൽ ട്രെയിനിങ് എടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ആ ഒരു കാര്യത്തിലോട്ടല്ല ഞാൻ പറഞ്ഞു പോകുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ദുരുദ്ദേശമില്ലേ, പെയ്ഡായിട്ടല്ല നമ്മൾ യൂട്യൂബിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ഒരിക്കലും അല്ല, അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇപ്പം 1,100 സംതിങ് പേര്, 1000 പേര്. ആ 1000 പേർക്കും അറിയാം. 1000 പേരുടെ അടുത്ത് ഞാൻ ഒരിക്കലും ഞാൻ ചോദിക്കാറില്ല ഒരു രൂപ പോലും. പിന്നെ ഫിറ്റ്നസിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എൻ്റെ ജോലിയാണ്, മനസ്സിലായി. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ അത്ര ഓഫർ പ്രൈസിലാണ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. അത് നിങ്ങളോടുള്ള സ്നേഹം, കാര്യം, നിങ്ങളുടെ സപ്പോർട്ട് അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ പറയുന്നു, എപ്പോഴും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. ട്രേഡിംഗ് ഒക്കെ സെക്കൻഡറി. അതിന് നിങ്ങൾ ഫസ്റ്റ് ഒരു ജിമ്മിൽ പോവുക, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ഒരിക്കലും എൻ്റെ അടുത്ത് പേഴ്സണൽ ട്രെയിനിങ്ങിന് വരാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞു. നല്ല ഒരുപാട് ട്രെയിനർമാരുടെ അടുത്ത് തന്നെ പോയിട്ട് ഈ ആവശ്യമില്ലാതെ കളയുന്ന പൈസ ഉണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിൻ ചെയ്ത് തന്നെ കുറച്ച് നിങ്ങൾ പഠിക്കുന്ന സമയം വരെയെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ട്രെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ നിൽക്കണം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യം ഫോം, പോസ്റ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംശയമാണെങ്കിൽ ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെസ്കോ ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. നെസ്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2008 മുതലുള്ളൊരു ചാർട്ടാണ്. ഞാൻ ഈ ലൈൻ വരച്ചിട്ടേക്കെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഈ ഒരു ലൈനിൻ്റെ മുകളിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനുകളെല്ലാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം 1, 2, 3, 4, 5, 6 ആ ഒരു ഏരിയയിലോട്ട് എത്തുമ്പോഴത്തേക്ക് എല്ലാം റിവേഴ്സ് വരുന്നു. നമുക്ക് പലതും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് മാത്രം നമ്മൾ വരച്ചാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ ഒരു ഗുണമില്ലാത്ത രീതിയിലായിപ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഇവിടെയും കൂടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മേജറായിട്ടുള്ളൊരു ലൈനാണ്, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ള എന്നാ, റെസിസ്റ്റൻസ് വരയ്ക്കുക. റെസിസ്റ്റൻസ് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം ഈ ചാനൽ വിട്ടൊരു പോക്ക് പോയിട്ടില്ലെന്ന്. ഇവിടെ ഡൗൺ വന്നു, പക്ഷെ എന്നിരുന്നാലും അത് പിന്നെ റിവേഴ്സ് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് ഡൗൺ ആണെങ്കിലും പിന്നെ നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്തുള്ള എൻട്രികൾ നിങ്ങൾ നോക്കുക. അതായത് കണ്ടോ, ഈ ഒരു ക്രോസ് ലൈൻ ഇവിടെ ക്രോസ് ലൈൻ ഞാൻ വെക്കുന്നു. ഇത് ബ്രേക്ക് ചെയ്ത് നമുക്ക് ആ റെസിസ്റ്റൻസ് വരെ നമുക്ക് ഓടിക്കാൻ പറ്റും, റൺ ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് റീസെൻ്റ്ലി മറ്റുള്ളൊരു കാര്യം നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ, പുതിയൊരു എൻട്രി ആയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളതിൻ്റെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് വേണേൽ ചേർത്ത് വരയ്ക്കാം. അതാണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് റീടെസ്റ്റ് നടന്നു. പിന്നെ അത് ചെറിയൊരു ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ ദാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ കണ്ടോ കൃത്യം. ഞാൻ ഇതും ചേർത്ത് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇവിടുന്ന് റിവേഴ്സ് വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ വേറൊരു ട്രെൻഡ് ലൈനൂടെ വരച്ച് നമുക്ക് ഇതാണ്ട് ഇവിടത്തെയും കൂടെ സപ്പോർട്ട് കൂടെ നമുക്ക് വരയ്ക്കാം. ഞാൻ വേറെ കളർ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. ഇതൊരിക്കലും കോളായിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും എടുക്കല്ലേ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനി ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല. നിങ്ങൾക്ക് എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേർക്ക് ഒരുപാട് എൻട്രീസ് നമ്മുടെ വീഡിയോസ് കണ്ടു തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട്. കാരണം എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് മെസ്സേജ് 70% പ്രോഫിറ്റ് നമ്മുടെ സെൻഡെക്കിൽ നിന്നൊക്കെ, അത് മുമ്പ് പല ഷെയറുകൾ ഞാൻ ബ്രേക്ക് ഔട്ടിന് മുമ്പ് തന്നെ പറയാറുണ്ട്. അത് ചാത്തന്മാർ പറഞ്ഞു തരും, ഞാൻ ഉപവാസിക്കുന്ന ചാത്തന്മാർ പറഞ്ഞു തരാറുണ്ട്. അപ്പം ഇവിടെ റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോകാം. അത് നമുക്കൊന്ന്, അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്കിനകത്ത് വേണ്ടി വരും. അത് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈനാണ്. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ മതി. ഞാനൊരു ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രി അങ്ങനെ കണ്ടെത്താൻ പറ്റും. നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ താഴെ വാങ്ങിച്ചവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ആവറേജ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് റീടെസ്റ്റ് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത റെസിസ്റ്റൻസ് എവിടെ, അതാണ്ട് ഇവിടെ വരെ. അപ്പോൾ എത്ര മൂവ്മെൻറ്റ് കിട്ടിയെന്ന് കണ്ടോ. ആ വടി പോലെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആ ഒരു ഒന്നുകിൽ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് പിന്നെ മുകളിലോട്ട് പോകാം. പിന്നെ ഇങ്ങനെ നിന്ന് ചിലപ്പോൾ ഒരു ഡൗൺ വന്നു കുറച്ചുകൂടി ഇങ്ങനെ കിടന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകാം. അങ്ങനെ പല വേരിയേഷൻസ് വരാം. നമ്മളപ്പോൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ സൈക്കോളജി കറക്റ്റ് ആക്കിയിട്ട് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈക്കോളജിയിലാണ് കാര്യം.
എന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും സൈക്കോളജി പിടിച്ചുകൊണ്ടിരിക്കല്ലേ, അത് മണ്ടത്തരമാണ്. അതൊക്കെ ഞാൻ പണ്ട് കാണിച്ച് കഴിവ് തെളിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ, അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും, അതൊന്നും ഓർത്ത് ആരും മൈൻഡ് ചെയ്യേണ്ട ഒന്നുമില്ല. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാവരും ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റിനകത്ത് വരാൻ ചാൻസ് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനാണ് ചാൻസ്. അപ്പം കയ്യിലുള്ളവരൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും ഒരു വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് ഞാൻ വരാം. വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ച എന്താ, ഞെട്ടിക്കുന്ന കാഴ്ച ഇതാ. ഇപ്പം ഇവിടെ താഴെ നിന്നൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ കംപ്ലീറ്റ്ലി ഫൈൻ തന്നെയാണ്. ചിലവരൊക്കെ താഴെ ഏരിയെന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വിട്ട് കളയേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ അലേർട്ടാകേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻ എപ്പോൾ ബ്രേക്ക് ആകുന്നു അപ്പോൾ ഒന്ന് അലേർട്ടായാൽ മതി. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഇതെല്ലാം പോട്ടെ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നെ തന്നെ നിങ്ങൾക്ക് മുകളിലോട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പം നമ്മുടെ ആഗ്രഹം പോലെ നടന്നല്ല, എല്ലാവർക്കും ആഗ്രഹം പോലെ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം 100% അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എനിക്കും പ്രോഫിറ്റ് പൈസ മണ്ടക്കോട്ട് പോകണം, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന അതെല്ലാം മുകളിലോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ. കണ്ടോ 120% മിനിമം കിട്ടും. പോട്ടെ, നിങ്ങൾ 120 പിടിച്ചില്ല, നിങ്ങൾ ഒരു 50% പിടിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക, കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ നല്ലൊരു വ്യൂ കിട്ടിയാൽ നിങ്ങൾ എൻട്രിയും കൂടെ എടുക്കുക. ചെറിയ എൻട്രികൾ, ചെറിയ തെറ്റുകൾ അത് തിരുത്തുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുന്നോട്ട് നയിക്കും. കാര്യം അത് നിങ്ങൾക്കൊരു ലോങ് ടൈമിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾക്കിപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് എവിടെയോ പ്രൈസ് ആക്ഷൻ നല്ലൊരു ട്രേഡർ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അടുത്തൊരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് ലെവൽ എത്തുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിലാണ് കാര്യം. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. 2, എല്ലാവരും പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഏൺ ചെയ്യുക. ഓക്കെ, അപ്പം സമയം കളയാതിരിക്കുക, ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ലൈഫ് സ്റ്റൈൽ എപ്പോഴും നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.